ശ്ലോകം 3. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളി മുതലായ വിഭൂതി അഞ്ചുമോർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരേണം. വെളിയിൽ ഒരു ലോകമുള്ളതായി നാം കാണുന്നു. നാം ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതുമായ പലതും ആ ലോകത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഉറക്കം വന്നു തുടങ്ങുമ്പോൾ അതെല്ലാം ഒന്നൊന്നായി മങ്ങി മറഞ്ഞ് തീരെ ഇല്ലാത്തതുപോലെ ആയിത്തീരുന്നു. നല്ല ഉറക്കമായാൽ പിന്നെ അകമെന്നുമില്ല, പുറമെന്നുമില്ല. കാലത്തെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ചക്രവാളത്തിനു മുകളിൽ സൂര്യൻ ഉയർന്നു വരുന്നതായി കാണുന്നു. പിന്നെ എന്തെങ്കിലും ചൂടുള്ളത് കഴിക്കണം എന്ന് തോന്നുകയായി തീ കത്തിച്ച് ചായക്കോ കാപ്പിക്കോ വെള്ളം വെക്കുന്നു. ജനല് തുറന്നിട്ട് കുളിർമയുള്ള കാറ്റ് കൊള്ളുന്നു. ഇങ്ങനെ ദിവസവും ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയോട് നാം പലതരത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു. അപ്പോഴെല്ലാം അതൊക്കെ വാസ്തവമായി വെളിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. ബാഹ്യലോകത്തുള്ള ഭൗതിക വസ്തുക്കളെ നാം കാണുന്നത് പോലെ മറ്റുള്ളവരും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് അവരുടെ വിവരണങ്ങൾ കൊണ്ട് നമുക്ക് ബോധ്യമാവുകയും ചെയ്യുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്പം ഊർജതന്ത്രവും രസതന്ത്രവും ശരീരശാസ്ത്രവും മനസ്സിലാക്കിയാൽ ഈ വിശ്വാസത്തിന് ഇളക്കം തട്ടും. പുറത്തു നിന്നു വരുന്നതോ ഊർജങ്ങളുടെ അനുപാതങ്ങൾ, അവ അകമേ അനുഭവമാകുന്നതോ നിറങ്ങളും ശബ്ദങ്ങളും രൂപങ്ങളും പേരുകളും ഭാവങ്ങളും രസങ്ങളും എല്ലാമായിട്ട്. ഓരോരുത്തരുടെയും ഉള്ളിൽ അനുഭവപ്പെടുന്ന വിഭൂതികൾക്ക് സമാനമായി പുറത്ത് എന്താണ് ഉള്ളതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനൊരു മാർഗവുമില്ല. ഒരു കാര്യം തീർച്ചയാണ്, ഏവരുടെയും മനസ്സ് ഏറെക്കുറെ സമാനധർമ്മമുള്ളതാണ്. അതുകൊണ്ട് ഒരാൾ കാണുന്നത് പോലെ തന്നെയാണ് മറ്റൊരാളും കാണുന്നത്. അത് ആശ്ചര്യം തന്നെ. എല്ലാ മനസ്സിൻ്റെയും മനസ്സായിരിക്കുന്ന അറിവിൻ്റെ വ്യാപ്തിയും ആഴവും ആലോചിക്കുമ്പോൾ അതൊരു മഹാസാഗരം തന്നെ. വ്യക്തികളുടെ മനസ്സ് ആ ജലനിധിയിൽ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന തിരമാലകൾ മാത്രം. നാം സമുദ്രത്തെ രത്നഗർഭ എന്ന് വിളിക്കാറുണ്ടല്ലോ. അതുപോലെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന പരമമായ അറിവ് ഒരു മഹാനിധി തന്നെ. ചിത്സ്വരൂപവും ആനന്ദഘനവുമായ സർവേശ്വരനായി വിലാസം ചെയ്യുന്ന അറിവ് തന്നെയാണ് പഞ്ചമഹാവിഭൂതികളായി കാണപ്പെടുന്നത്. ആ ജലനിധിയിലെ കല്ലോലങ്ങൾ പോലെ നമ്മുടെ വ്യക്തിപരമായ ബോധം ഉയർന്നു വരുമ്പോൾ വിഭൂതികളുടെ ഗുണവൈജാത്യം കണ്ട് നാം സന്തോഷിക്കുകയും സന്തപിക്കുകയും ചെയ്യുന്നു. ആ ബോധം താൽക്കാലികമായി മറയുമ്പോൾ, അതായത്
നാം സുഖനിദ്രയിൽ ലയിക്കുമ്പോൾ അത് സദാശിവനിൽ തന്നെയുള്ള പ്രളയനം പോലെ സന്തോഷപ്രദമാണ്. എന്നാൽ ആ നിദ്ര നീണ്ടുപോവുകയും പിന്നെ ഭൗതിക വിഭൂതികളിലേക്ക് മടങ്ങി വരികയില്ലെന്ന് ബോധ്യമാവുകയും ചെയ്താൽ ഭയമായി. വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ശരീരം പൊലിഞ്ഞു പോയാൽ സകല വിഭൂതികൾക്കും കാരണമായ സച്ചിദാനന്ദ സാഗരത്തിൽ ഭേദമില്ലാതെ ലയിക്കുന്നു. ശരീരമേന്തി ഉണരുകയും ഉറങ്ങുകയും ചെയ്യുമ്പോൾ സച്ചിദാനന്ദഘനമായ മഹാർണവത്തിൻ്റെ പൊന്നലകളായി ഉയർന്നും താഴ്ന്നും ആ ജലനിധിയിൽ നിന്നും ഉണ്ടായി വരുന്ന വിഭൂതികൾ കണ്ട് സന്തോഷിക്കാം. സർവേശ്വരനിൽ നിന്നും ഒന്നും അഭിന്നമല്ലെന്നുള്ള ഐക്യബോധമുണ്ടായാലേ വിഭൂതികൾ ആനന്ദപ്രദമാവുകയുള്ളൂ. അല്ലെങ്കിൽ അവ സുഖ ദുഃഖ സമ്മിശ്രമായി തോന്നും.